ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രേഖ മേഡം ശാരദാമ്മയുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ആ സമയത്ത് ശാലിനിയും പരിചയപ്പെടുന്നുണ്ട്. എല്ലാവരെയും ഫുഡ് കഴിച്ച് മാർക്ക് ഇട്ടതിന് ശേഷം അവതാരിക മാർക്ക് അനൗൺസ് ചെയ്യുകയാണ്. അവതാരിക പറയുന്നുണ്ട് 5 മാർക്കിൽ കൂടുതലുള്ളവർ മാത്രമേ സെക്കൻഡ് റൗണ്ടിലേക്ക് മത്സരത്തിന് പോകത്തുള്ളൂ എന്ന്. ശേഷം മാർക്ക് പ്രഖ്യാപിക്കുകയാണ്. മല്ലികയ്ക്ക് 3 മാർക്കാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് സുസ്മിതയ്ക്ക് 5 മാർക്കാണെന്ന് പറയുന്നു. സുസ്മിതയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. ജഗദീഷ് അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവൾക്ക് എങ്ങനെ ഇത്രയും മാർക്ക് കിട്ടിയെന്നൊക്കെ. അത് കഴിഞ്ഞ് സത്യാമ്മയുടെ മാർക്കാണ് പറയുന്നത്. സത്യാമ്മയ്ക്ക് 6 മാർക്കാണെന്ന് പറയുന്നു. ലാസ്റ്റിലായിട്ട് കുടുംബശ്രീ ശാരദയ്ക്ക് 8 മാർക്കാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവതാരിക അനൗൺസ് ചെയ്യുന്നുണ്ട് 2 പേരാണ് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നതെന്ന്. സത്യാമ്മയും ശാരദാമ്മയുമാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. രോഹിത്തിനും ദേഷ്യം വരുന്നുണ്ട്. രോഹിത്തും സുസ്മിതയൊക്കെ പറയുന്നുണ്ട് ആദ്യം 5 മാർക്കാണെന്നല്ലേ പറഞ്ഞിരുന്നത്, 5 മാർക്ക് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. കോമ്പറ്റീഷൻ നടത്തുന്ന ആള് പറയുന്നുണ്ട് റൂൾസ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, രേഖ മേഡം തീരുമാനിക്കുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നു. രേഖ മേഡം അപ്പോൾ അനൗൺസ് ചെയ്യുകയാണ് സത്യാമ്മയും ശാരദാമ്മയും മാത്രമാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നതെന്ന് പറയുന്നു. സുസ്മിതയ്ക്ക് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. സുസ്മിത അപ്പോൾ വെളിയിലേക്ക് ചിറ്റപ്പനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഈ മത്സരം നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, തോൽവി അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് 2 കൂട്ടരും ജയിക്കാൻ പാടില്ല, അതിനൊരു കളി കളിക്കണം, എന്റെ കൂടെ ചിറ്റപ്പൻ കൂടെ നിന്നാൽ മാത്രം മതി, ആ ശാലിനി ഒന്ന് ഒഴിവാക്കി തരണമെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് പറയുന്നുണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കാമെന്നൊക്കെ പറയുന്നു. ശേഷം അവതാരിക ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് ജയപരാജയങ്ങളെ എങ്ങനെ കാണുന്നുവെന്ന്. ശാരദാമ്മ അപ്പോൾ പറയുന്നുണ്ട് നമ്മളിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്, വിജയിക്കാൻ തന്നെ വന്നതാണെന്നൊക്കെ പറയുന്നു. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിധിയൊക്കെ വിശ്വസിക്കുന്നുണ്ട്, വിധിയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്കിത് ജയിച്ചേ പറ്റത്തുള്ളൂ, ജയിച്ചിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അവതാരിക അപ്പോൾ പറയുന്നുണ്ട് 2ാമത്തെ റൗണ്ടിൽ പാരമ്പര്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന കോമ്പറ്റീഷൻ ആണ് നടക്കാൻ പോകുന്നതെന്ന്. 2ാമത്തെ റൗണ്ട് മത്സരം നടക്കുകയാണ്. അതേസമയം സുസ്മിതയാണെങ്കിൽ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സുസ്മിത ശ്യാമയോട് പറയുന്നുണ്ട് എന്റെ കയ്യിൽ 2 ബോട്ടിലുണ്ട്, അതിൽ ഒരു ബോട്ടിലും മുളക് പൊടിയും ഒരു ബോട്ടിൽ ഉപ്പുമാണെന്ന്. നീ ശാരദാമ്മ ഉണ്ടാക്കുന്ന കറികളിൽ ഉപ്പിടണം, അതുപോലെ സത്യാമ്മ ഉണ്ടാക്കുന്ന കറികളിൽ മുളക് പൊടി ഇടണം, ആരും അറിയാതെ പോയി ഇട്ടേക്കണമെന്ന് പറയുന്നു. ശ്യാമ അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നു. ആ സമയത്ത് സുസ്മിതയും രോഹിത്തും ശ്യാമയെ ഭീഷണിപ്പെടുത്തുകയാണ് പപ്പിമോളെ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം പപ്പിമോളാണെങ്കിൽ എന്നെ അമ്മ രക്ഷിക്കാൻ വരാത്തത് എന്താണെന്നൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പപ്പിമോളെ കുറിച്ച് ഓർക്കുമ്പോൾ ശ്യാമ സമ്മതിക്കുകയാണ് ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. സുസ്മിത ഉപ്പും മുളക് പൊടിയും ശ്യാമയെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുകയാണ്. അതേ സമയത്ത് കളക്ടർ ഓഫീസിൽ നിന്നും അനുവിന് കോൾ വരികയാണ്. അനുവിനോട് അയാൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് ബൈപ്പാസിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ട് മന്ത്രിമാരൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് കളക്ടറും ചെല്ലണമല്ലോ, കളക്ടറിനോട് പെട്ടെന്ന് ചെല്ലാനെന്നൊക്കെ പറയുന്നു. അനു പോയിട്ട് ശാലിനിയോട് കാര്യം പറയുന്നുണ്ട്. അനു പറയുന്നുണ്ട് മേഡം ഇങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പം ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയുന്നു. ശാലിനി അപ്പോൾ അത് ശരിയാണ്, ഞാൻ പോകാമെന്ന് പറയാണ്. ശാലിനി ശ്യാമയോട് പറയുന്നുണ്ട് നീ ഒന്ന് അമ്മയെ സഹായിക്കും, ഞാൻ പോയിട്ട് വരാമെന്ന്. ശാരദാമ്മയും പറയുന്നുണ്ട് നീ പൊക്കോളാനെന്ന്, ഇവൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് ശാരദാമ്മയുടെ അടുത്ത് ശ്യാമ മടിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് രോഹിത് അടുത്തേക്ക് ചെന്നിട്ട് ശ്യാമയെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചതി എനിക്ക് ചെയ്യാൻ പറ്റില്ല, പപ്പിമോളെ ദൈവം രക്ഷിച്ചോളുമെന്നൊക്കെ പറയുന്നു. രോഹിത് അപ്പോൾ പറയുന്നുണ്ട് നിനക്കതിന് പപ്പിമോളോട് സ്നേഹമില്ലല്ലോ, നീ പ്രസവിച്ച കുഞ്ഞല്ലല്ലോ, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയാണ്. അവളെ തിരിച്ചു വേണമെങ്കിൽ നീ ഞാൻ പറയുന്നത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. ശ്യാമ വീണ്ടും ഉപ്പും മുളക് പൊടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് രോഹിത് പറഞ്ഞത് ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയിൽ വീണ്ടും കാണാം. താങ്ക് യു.